എൻ്റെ പൊന്നു പടച്ചോനെ, എന്തുമായി നടക്കുന്നതെന്ന് ഒരു രൂപവും ഇല്ല. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ നടത്താൻ വേണ്ടിയാണ് സാക്ഷാൽ നമ്മുടെ മച്ചമ്പി രണ്ടാം ഊഴത്തിൽ അധികാരത്തിലേക്ക് എത്തിയത്. മച്ചമ്പിയുടെ പ്രത്യക്ഷമായ സംഗതി തന്നെ ഈ സയനിസ്റ്റ് സ്നേഹവും മുസ്ലിം വിരോധവുമായിരുന്നു മച്ചമ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. മച്ചമ്പി അതിൻ്റെ പേരിൽ തകർത്താടി, തിമിർത്താടി, തിമിർത്ത് തുള്ളി ഒക്കെ ഇരിക്കുകയാണ്. തിമിർത്ത് തുള്ളി ഒക്കെ ഇരിക്കുമ്പോൾ സംഗതി ഇപ്പോൾ ഗുലുമാലായി വന്നിരിക്കുന്നത് ഒന്നല്ല, രണ്ടല്ല, മൂന്നാണ്. സാധാരണ നമ്മൾ ഈ വലയൊക്കെ വീശുമ്പോൾ ഒന്ന് പ്രതീക്ഷിച്ച് വീശി മൂന്നെണ്ണം കിട്ടിയാൽ ലാഭമായിട്ടാണ് കാണുന്നത്. ഇതൊന്നുപോലും കിട്ടല്ലേ എന്നും പറഞ്ഞ് മച്ചമ്പി ഇരിക്കുമ്പോഴാണ് ദേ മൂന്നെണ്ണം മച്ചമ്പിയുടെ ആസനസ്ഥാനത്തേക്ക് കടന്നു കയറിയിരിക്കുന്നത്. അത് കടന്നു കയറിയെന്ന് മാത്രമല്ല, ആ കടന്നു കയറ്റത്തിൽ ഒന്ന് സുഹ്റാൻ മംദാനി, രണ്ട് അഫ്താബ് പുരേവാൽ, മൂന്നാമത്തേത് ഗസാല ഹാഷ്മി. അതിൽ ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മംദാനി. പിന്നെ വെർജീനിയയിൽ 61 വയസ്സുകാരിയായ ഗസാല ഹാഷ്മിയാണ് ലെഫ്റ്റനൻറ്റ് ഗവർണറായി അധികാരത്തിലെത്തിയത്. അതും ഡെമോക്രാറ്റിൻ്റെ സ്വന്തം ആളാണ്. പിന്നെ സിൻസിനാറ്റി മേയറായിട്ട് ജയിച്ചിരിക്കുന്നത് അഫ്താബ് പുരേവാലാണ്. ഈ 3 സ്ഥലത്തും സാക്ഷാൽ നമ്മുടെ മച്ചമ്പിയുടെ ആൾ തോറ്റു എന്ന് മാത്രമല്ല, ഈ അഫ്താബ് എന്ന് പറയുന്ന ആൾ തോൽപ്പിച്ചത് US വൈസ് പ്രസിഡൻറ്റ് JD വാൻസിൻ്റെ അർദ്ധ സഹോദരനായ ബോമാൻ എന്ന് പറയുന്ന ആളിനെയാണ്. അതായത് വൈസ് പ്രസിഡൻറ്റിൻ്റെ കസിൻ ബ്രദർ. നാലോചിച്ച് നോക്കണേ, 3 എണ്ണമാണ് പടപടാ ചക്കപ്പൊത്തോ പോലെ താഴെ വീണത്. മച്ചമ്പിയുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. മച്ചമ്പിയുടെ 3 പേരും തോറ്റു. 3 പേരും തോറ്റെന്ന് മാത്രമല്ല, ഈ ജയിച്ചവരാരും ചെറിയ പുള്ളികളുമല്ല. അതിലേറ്റവും വലിയ പുള്ളിയാണ് സാക്ഷാൽ നമ്മുടെ മംദാനി. അതുകൊണ്ട് മംദാനി ജയിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞതെന്താണെന്നറിയാമോ? ഡൊണാൾഡ് ട്രംപ്, സിൻസ് ഐ നോ യു ആർ വാച്ചിങ്, ഐ ഹാവ് 4 വേർഡ്സ് ഫോർ യു, ടേൺ ദ വോളിയം അപ്പ്. എന്ന് വെച്ചാൽ, ട്രംപന്മാരെ, അഹങ്കാരികളെ, വിടുവായന്മാരെ, വിദ്വേഷികളെ, കോമാളികളെ, അങ്ങനെയാണ് ആ പേരിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്നിട്ട് പറഞ്ഞത്, ഒന്നുകിൽ വോളിയം ഒന്ന് കൂട്ടിവെക്കുക. ആകെ 4 വാക്ക്. ടേൺ ദ വോളിയം അപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദം കേൾക്കാം, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആരവം കേൾക്കാം, ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല ശബ്ദങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് അതൊന്ന് കൂട്ടിവെക്കാൻ എന്ന് മാത്രമല്ല, ഫ്രണ്ടിൻ്റെ ശത്രുവായ എന്നോ മരിച്ചുപോയ ജവഹർലാൽ നെഹ്റുവിനെയും ദേ എടുത്തു വെച്ചങ്ങ് പറഞ്ഞു. അപ്പം മച്ചമ്പിക്ക് 2 പണിയാണ്. ഒരു പണി നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, യാ വോളിയം കൂട്ടിയടാ TV കാണുന്നെങ്കിൽ, നിൻ്റെ ചെവിയിലൂടെയും സർവ്വ ആസനത്തിലൂടെയും ശബ്ദം അങ്ങോട്ട് കയറട്ടാ, ഇതൊന്ന് കേൾക്കടാ. നീ കുറേ പറഞ്ഞല്ലേ, നീ ഏതാണ്ടൊക്കെ പുളുത്തും അലക്കും, ന്യൂയോർക്കുകാരെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞല്ലേ. 1-ന് 3 ജയിച്ചടാ. ദേ എന്നിട്ടോ, ആ A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. So let us speak now with clarity and conviction that cannot be misunderstood about what this new age will deliver and for whom. ഇതാണ് പറഞ്ഞു വെച്ചത്. തീർന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, വേറൊരു ഗതികേട്. ഒന്ന് ശാന്തമായി ചിന്തിച്ച് നോക്ക്. ഇന്നത്തെ CNN ന്യൂസിൻ്റെ തലക്കെട്ട് കണ്ടോ? മംദാനി മുബാറക്. സാധാരണ ഈ മുബാറക് എന്നൊക്കെ CNN ചാനൽ എഴുതാറുള്ളതല്ല. അത് സാക്ഷാൽ അമേരിക്കയുടെ സ്വന്തം ചാനലാണ്. പക്ഷേ മംദാനി മുബാറക് എന്ന് പറയേണ്ടി വന്നു. അതായത് സാധാരണ നമ്മൾ ജുമാ മുബാറക് എന്നൊക്കെ പറയത്തില്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടി രസകരമായി പറഞ്ഞാൽ ജുമാ ചെയ്യാൻ എന്ന് പറഞ്ഞില്ലേ പണ്ട്? അതുപോലെ ജുമാ ചെയ്യാൻ പറയുന്ന തലക്കെട്ടാണ് CNN ഇട്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വരട്ടെ, ഈ ലോകം മുഴുവൻ അങ്ങ് ഇടിഞ്ഞു വീഴട്ടെ, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ട്രംപിനും
CNN-നും മറ്റു പലർക്കും പറയേണ്ടി വന്നത്, സംഘി കൃസംഘി ആളുകൾക്ക് കേൾക്കേണ്ടി വന്നത്? ഓഹ്, വല്ലാത്ത കഷ്ടം, കഷ്ടമേ കഷ്ടം.